ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വാർഡിനെ കുറിച്ചാണ് കേട്ടോ. നമ്മുടെ ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ വാർഡിനെ കുറിച്ച് പുതുതായിട്ട് വരാൻ പോകുന്ന ബ്രിഡ്ജ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്രിഡ്ജ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാർഡിനെ കുറിച്ച് ഈ ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ബ്ലോക്കൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് പോകാൻ പറ്റുന്ന ഒരു ഏരിയയാവും. കാരണം ഇവിടെ മെയിനായിട്ട് എന്ന് വെച്ചാൽ റെയിൽവേ ഗേറ്റ് ഉണ്ട്. അപ്പോൾ ആ റെയിൽവേ ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പട്ടാമ്പി ടു ഡയറക്റ്റ് പാലക്കാട് റൂട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ വാഹനങ്ങളും ബസ്സും മറ്റുമായിട്ട് വൻ ബ്ലോക്കാണ് ഇവിടെ ഉണ്ടാവാറ്. അപ്പോൾ ഈ ഒരു പാലം വന്നു കഴിഞ്ഞാൽ ബ്ലോക്കിലൊക്കെ ഒരു മാറ്റം വരും. അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പട്ടാമ്പി ഒരു ഭാഗം തന്നെ കുറച്ച് എന്താ പറയുക, കുറച്ച് ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പട്ടാമ്പി പുതിയ പാലം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വാർഡിനെ കുറിച്ചും പുതിയ പാലത്തിൻ്റെ പണി ഏകദേശം തീരാറായി. അപ്പോൾ നമുക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ലോക്കായിട്ട് കിടക്കാറുണ്ട്. കാരണം നമ്മുടെ റെയിൽവേൻ്റെ മുകളിൽ കൂടെയുള്ളൊരു സ്പോട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം തീരേണ്ട ലെവലിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ സ്ലാബ് വർക്കിലൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഈ ഒരു പാലത്തിൻ്റെ കാഴ്ചയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പട്ടാമ്പിയിൽ നിന്ന് വരുന്ന റൂട്ട് ഇവിടെ നേരെ വന്നത് ആ വഴിക്കായിട്ട് നമ്മുടെ പാലം വരുന്നത്. ഇപ്പോൾ നേരെ പോയി ആ പാലം വഴി വേണം നമുക്ക് ബാക്കി റൂട്ട്. അതിലിപ്പോൾ ഇത് കൂടെയാണ് ഇപ്പോൾ റെയിൽവേ ഗേറ്റിനായിട്ടുള്ള വഴിക്കാണ് ഇപ്പോൾ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് റെയിൽവേയുടെ ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഉയരത്തിലാണ് ഇപ്പോൾ നമ്മുടെ ബ്രിഡ്ജിൻ്റെ ഇത് പോയിട്ടുള്ളത്. ഈ ഒരു പാടത്ത് കൂടെയാണ് നമ്മളിത് വരുന്നത്. നമ്മളവിടെ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ഇതുവഴി നേരെ പോകുന്നത് നമ്മുടെ റെയിൽവേ പാളം കഴിഞ്ഞിട്ട് ഡയറക്റ്റ് നമ്മുടെ പാലക്കാട് റോട്ടിലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ റൗണ്ട് ചുറ്റി വരികയായിരുന്നു. നമ്മൾക്ക് ആ ഭാഗത്താണ് ഗേറ്റ് അടവ് വരുന്നത്. ഇപ്പോൾ ഇനി ഒരു ബ്രിഡ്ജ് വന്നു കഴിഞ്ഞാൽ ആ ഗേറ്റ് അടവൊക്കെ നമുക്ക് തരണം ചെയ്ത് നമുക്ക് ഈ ഒരു വഴിക്ക് നമ്മളെ യാത്ര ചെയ്യാൻ സാധിക്കും. ആ ഭാഗത്ത് തന്നെ റെയിൽവേ പാളം വരുന്നുണ്ട്. ഇവിടെ തോടാണ്, മഴക്കാലത്തൊക്കെ നല്ല വെള്ളം നിറയുന്ന ഒരു തോടാണിത്. ഇവിടെ ഈ ഒരു ഭാഗമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പാലത്തിൻ്റെ സ്ലാബിൻ്റെ ഭാഗമൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. വർക്കൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ റെയിൽവേ ഭാഗത്തേക്കുള്ള വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്താണ് ഇപ്പോൾ പണി കാണുന്നത്. അപ്പോൾ ഇവിടെ അതിന് വേണ്ടി കൊണ്ടുവന്ന ഓരോ സാധനങ്ങളും വണ്ടികളും മെഷീൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ പണി നടക്കുന്നുണ്ട്. നമുക്ക് അവിടെ നോക്കി അറിയാൻ പറ്റും, അവിടെയൊക്കെ നല്ല ബ്ലോക്കാണ്. അപ്പോൾ ഈ റെയിൽവേ ഗേറ്റ് അടച്ചിട്ട് കഴിഞ്ഞാൽ ഇത്ര നല്ല ബ്ലോക്ക് കാരണം കൊണ്ട് വണ്ടികളുടെ ഗതാഗതം തടസ്സപ്പെടാറുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു മാറ്റം വരും. നമുക്ക് അവിടെ ആ ഭാഗത്താണ് റെയിൽവേ ഗേറ്റ് വരുന്നത്.
പാലം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബ്ലോക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഗേറ്റ് തുറന്നിട്ടേ ഉള്ളൂ. അപ്പോൾ തുറന്നപ്പോഴുള്ള ബ്ലോക്കാണിത്. ഇത്രത്തോളം വാഹനങ്ങൾ ഇവിടെ ബ്ലോക്കായി നിൽക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരും നമ്മുടെ ഈ പുതിയ പാലം വന്നു കഴിഞ്ഞാൽ. ഇതിപ്പോൾ നമ്മുടെ പാലക്കാട് ഭാഗത്തു നിന്ന് പട്ടാമ്പി ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളാണ് പോയി നിൽക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.